പ്രിയപ്പെട്ടവരെ, ഈ ഫുട്ബോൾ കളി ചില സമയങ്ങളിലൊക്കെ കാര്യമാവുന്നുണ്ട് കേട്ടോ. കാര്യമാവാൻ പാടില്ല. കളിയാണ്. ഒരു പന്തിന് ചുറ്റും നമ്മൾ കറങ്ങുക, കളിക്ക് ശേഷം നമ്മളത് വിട്ടോളുക. പക്ഷെ അങ്ങനെയല്ല. ചിലയിടങ്ങളിൽ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇംഗ്ലണ്ടിൽ അങ്ങനെ ഈ ചില ഹൂളിഗാൻസ് ഉണ്ടായിരുന്നു. ചില ഫുട്ബോൾ ഹൂളിഗാൻസ് എന്ന് പറയും. അവർ ഈ ക്ലബ്ബുകൾ തമ്മിൽ വലിയ ആവേശത്തോടു കൂടി ഏറ്റുമുട്ടുമ്പോൾ പുറത്ത് ഏറ്റുമുട്ടും. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. അത് ഫുട്ബോളിനോടുള്ള നീതികേടാണ്. ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ട്രോളിയ ഒരു അർജന്റീന ആരാധകർക്ക് മർദ്ദനമേറ്റു എന്നൊരു പരാതി വരുന്നുണ്ട്. കോഴിക്കോട്ടാണ് സംഭവം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. വാട്സപ്പ് ഗ്രൂപ്പിലെ ട്രോൾ തർക്കത്തെ തുടർന്ന് രാത്രി സംഘം ചേർന്നെത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. ആർക്ക് വേണ്ടിയാണ് മർദ്ദിച്ചത്? ബ്രസീലിന് വേണ്ടിയോ? ബ്രസീൽ ഹാപ്പി ആയിട്ട് ഇന്ന് കളി കാണുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന ബ്രസീൽ ആരാധകരാണോ അർജന്റീന ആരാധകരെ മർദ്ദിച്ചത്? അരുൺ, അങ്ങനെയാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസും എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വലിയ ആവേശം ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ഫാൻസുകാരും ഒക്കെ വലിയ ആഘോഷമാക്കുന്നുണ്ട് ലോകകപ്പ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കോഴിക്കോട് നിന്ന് വരുന്നത്. അരുൺകുമാർ, ഈ നാട്ടിൽ വേൾഡ് കപ്പ് 2026 എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ അംഗങ്ങളാണ് ഈ മർദ്ദനമേറ്റവരും മർദ്ദിച്ചവരും. അതിനിടയിൽ ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നു. അർജന്റീനയാണെങ്കിൽ ഫൈനലിലും എത്തി. ഇതോടുകൂടിയാണ് അർജന്റീന ആരാധകരായ ചിലർ ബ്രസീലിനെ ട്രോളിക്കൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില പരാമർശങ്ങൾ നടത്തുന്നത്. അതിന് പിന്നാലെ അത് വലിയ ചർച്ചയായി. ഇരുവിഭാഗങ്ങളും, അതായത് അർജന്റീന ഫാൻസുകാരും ബ്രസീൽ ഫാൻസുകാരും തമ്മിൽ ചൂടേറിയ ചർച്ച ഈ ഗ്രൂപ്പിനകത്ത് തന്നെ നടന്നു. പക്ഷേ അത് ആ ഗ്രൂപ്പിൽ തന്നെ അവസാനിക്കുമെന്നാണ് ഈ അർജന്റീന ആരാധകർ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഈ വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഈ മർദ്ദനമേറ്റ, അതായത് പരാതിക്കാർ താമസിക്കുന്ന കുറ്റിക്കാട്ടൂരിലെ വാടക വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുകയാണ്. അവർ വാതിൽ തുറന്നു. അതിന് പിന്നാലെയാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ബ്രസീൽ ഫാൻസിനെ ട്രോളും അല്ലേ എന്ന് ചോദിച്ചായിരുന്നു ഈ മർദ്ദനം. മാത്രമല്ല, പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിപ്പെടുത്തി കളയും എന്നുള്ളൊരു ഭീഷണി കൂടി ഈ ബ്രസീൽ ഫാൻസുകാർ നടത്തിയെന്നുകൂടി ഈ യുവാക്കൾ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ മർദ്ദനമേറ്റവർ നേരെ മെഡിക്കൽ കോളേജ് പോലീസിൽ എത്തുന്നതും പരാതി നൽകുന്നതും. ഇവരുടെ വാഹനങ്ങൾ, അതായത് ബൈക്കും കൂടാതെ ഈ വാടക വീടിന്റെ ജനൽ ചില്ലുകളും ഒക്കെ ഇവർ അടിച്ചു തകർത്തു എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേർക്കെതിരെ അരുൺകുമാർ കേസെടുത്തിട്ടുണ്ട്. നിഖിൽ, രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. കേസെടുത്ത ഈ ചേട്ടന്മാരെ ഇനി ഇറക്കാൻ വേണ്ടി ബ്രസീലിൽ നിന്ന് ആൾ വരുമായിരിക്കും. വല്ല കാര്യമുണ്ടോ എൻ്റെ പുണ്യ ചങ്ങാതി? നെയ്മറാണെങ്കിൽ കളിയും തൽക്കാലത്തേക്ക് രാജ്യാന്തര കളിയിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ട്രോളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ പോലെ. ബ്രസീൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്, അതിനകത്ത് എന്താ സംശയം? പക്ഷേ തോറ്റു എന്നുള്ളത് വാസ്തവമാണ്. അത് ഇനിയെങ്കിലും അംഗീകരിച്ചൂടെ? ട്രോളുന്ന സമയത്ത് പോയി ചെന്ന് അടിക്കുക, കായികമായിട്ട് കൈകാര്യം ചെയ്യുക, അതൊന്നും ഫുട്ബോൾ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ആത്മീയതയ്ക്ക്, ഫുട്ബോൾ ഒരു ആത്മീയതയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് ചേരുന്നതല്ല. അതിൻ്റെ ആ നിയമങ്ങൾക്കും അത് ചേരുന്നതല്ലല്ലോ. മത്സരത്തിന് ശേഷം രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞുപോയി, തമാശയൊക്കെ പറയും. അതൊക്കെ സ്വാഭാവികമല്ലേ?